ഇപ്പോ നമ്മുടെ രാജ്യത്ത് 3-4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് BJP വിരുദ്ധ തരംഗം നിൽക്കുന്നത്. അതിൽ 1ാം സ്ഥാനമാണ് കേരളത്തിലുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം LDFും UDFും ഒരുമിച്ച് BJP എതിർക്കുകയാണ്. പക്ഷേ ഒരു കാര്യത്തിനോട് ഞാൻ പറയാം, വിനയപുരസരം, നിങ്ങൾ എത്ര എതിർത്താലും 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖ ജനപ്രതിനിധികളുള്ള ഒരു കക്ഷിയായി BJP മാറിയിരിക്കുമെന്നതിൽ ആർക്കും ഒരു സംശയം വേണ്ട. 26 ഭരണം നടത്താൻ കഴിയും, BJPയുടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJPയുടെ നേതാക്കന്മാരുടെ ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നെങ്കിലും എനിക്ക് അതിൽ സംശയമുണ്ട്, ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. പക്ഷെ 2029 തെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് 2029. അങ്ങനെ 2029 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ യാതൊരു സംശയമില്ല, BJP ഒറ്റയ്ക്ക് ഈ കേരള സംസ്ഥാനം ഭരിക്കുന്നത് കാണാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവും. ഒരു തർക്കമില്ലാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന കോൺഗ്രസുകാരോടും കമ്മ്യൂണിസ്റ്റുകാരും രണ്ടും ഒന്നാണല്ലോ, ഓരോ ദൂരപക്ഷികളാണ്. 2 കൂട്ടരോട് ഞാൻ വളരെ വിനയപരിസരം പറയുന്നു, നിങ്ങൾ ഈ കാണിക്കുന്ന കൊള്ളയ്ക്കെല്ലാം എണ്ണി ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് മാത്രമല്ല, സെൻട്രൽ ജയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. ഒരു സംശയവും വേണ്ട, ഞങ്ങളങ്ങ് വിട്ടുപോകും. ഞാനിതൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ ഒരു പോലീസ് ഇപ്പോഴും കണ്ട് ഞാനിവിടെ ഏറ്റപ്പോഴേ ഒരു പോലീസുകാരൻ വന്ന് ഫോട്ടോ എടുത്തു. നാളെ വയ്ക്കാവുന്ന ഒരു കേസ് കാണും. എനിക്കൊരു വിരോധമില്ല. നീന്റെ 100 കണക്കിന് തന്നെ 17 എണ്ണം മറ്റുണ്ട്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇന്നലെ തൊടുപുഴ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേസ് കൊടുത്തൊന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളെ പരാജയപ്പെടുത്താം, ഭീഷണിപ്പെടുത്താമെന്ന് ഒരു പിണറായി സർക്കാരും ചിന്തിക്കേണ്ട, ഒരു കോൺഗ്രസ്സുകാരനും ചിന്തിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ